ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സീക്രട്ട് ബോക്സ് പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡോളാണ്. ഇതെനിക്ക് വൈഗൂസ് തനിയെ കൈവച്ച് തുന്നി ഉണ്ടാക്കിയ ഒരു ഡോളാണ്. ഇതിൻ്റെ നടുക്ക് അമ്മു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ്. നെക്സ്റ്റ് ഉള്ളത് ഈ ക്യൂട്ടായിട്ടുള്ള സ്ക്വിഷിയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ബോക്സിലൊക്കെ വെക്കുമ്പോഴത്തേക്കും മോളി ഓരോന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെ അമുങ്ങി പോവും. അങ്ങനെ ഇത് സ്ക്വിഷി അല്ലാണ്ടായിപ്പോയി ഇപ്പോൾ. ക്യൂട്ടായിട്ടുള്ളൊരു ഡോള്. നെക്സ്റ്റ് ഉള്ളത് ഒരു സ്ക്വിഷിയാണ്, ക്യൂട്ട് സ്ക്വിഷിയാണ്. ഇത് ഹർഷോസ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ക്യൂട്ടായിട്ടുള്ള സ്ക്വിഷി. പിന്നുള്ളത് ഇത് ഫുൾ ഗിഫ്റ്റ് പേപ്പേഴ്സാണ്. ഈ സംഭവങ്ങളൊക്കെ ഓരോ ഗിഫ്റ്റ് പേപ്പേഴ്സിലാണ് പൊതിഞ്ഞിട്ടായിരിക്കുമല്ലോ തരിക. അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതാ എല്ലാതും ഉണ്ട്. അപ്പം ഗിഫ്റ്റ് പേപ്പേഴ്സ്. പിന്നെ ഇതാ ഇങ്ങനത്തെ പാക്കിങ്ങിലും ഒരു ഗിഫ്റ്റ് തരാറുണ്ട്. അപ്പം പാക്കിങ്ങിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പേപ്പർ കട്ടിങ്സ് ഒക്കെ, അതെല്ലാം ഞാൻ ഇതിൽ തന്നെ ഇട്ട് സൂക്ഷിച്ച് വെച്ചേക്കണം. ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. വേസ്റ്റ് പോലും ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഡോളാണ്. ഇത് ഹർഷൂസ് തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു ഡോൾ. ഇത് സ്കൂളിൽ വെച്ചിട്ട് ഏതോ ഒരു ബുക്കിൻ്റെ പൊതി ഇതുപോലെ കീറിപ്പോയി. ഈ ബുക്ക് ഏതാ, മാത്സ് ബുക്കിൻ്റെ ആണ് കേട്ടോ. ഇതാ ഇവിടെ സ്റ്റിക്കർ, നെയിം സ്ലിപ്പ് ഉണ്ട്. അപ്പം മാത്സ് ബുക്കിൻ്റെ പൊതി കീറിപ്പോയപ്പോഴത്തേക്ക് അത് ചുരുട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അപ്പം തന്നെ തന്നതാണ്. നെക്സ്റ്റ് ഉള്ളത് ദിസ് ഈസ് എ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് അത് ഏതോ ഒരു കൂടിൽ നിന്ന് വീണ് പോയതാണ്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഈ പാക്ക് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതാ ഇനി ഒരുപാടുണ്ട്. ഇത് കണ്ടില്ലേ, ഫുൾ പാക്ക് ചെയ്യുന്ന ആ സംഭവങ്ങളാണ്. ഇതിൻ്റെ അകത്തുനിന്നാണ് ഈ ഡോൾസൊക്കെ കിട്ടിയത്. ഫുൾ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒരു ട്രീ ആണ്, ക്രിസ്മസ് ട്രീ ആണ്. ഇത് ക്രിസ്മസിന് ഗിഫ്റ്റ് തന്നപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു ട്രീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് ശ്രീദേവിയുടെ ആണ് കേട്ടോ. അമ്മൂന്ന് എഴുതിച്ച് ക്യൂട്ടായിട്ട്. ഇത് ശ്രീദേവി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇത് മറ്റേ ഡ്യൂലിംഗ് ആപ്പ് വഴി കൊറിയ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്തായിരുന്നു, മലയാളം മീനിങ് ഞാൻ മറന്നുപോയിട്ട്. എനിക്ക് പറഞ്ഞു തന്നെയായിരുന്നു. ഞാൻ തലകുത്തനെയാണോ നേരെയാണോ വെച്ചേക്കണേന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും അതുണ്ട്. പിന്നെ ഉള്ളത് വൈഗൂസിൻ്റെ ഒരു പാട്ടാണ്. എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു ഇൻ മൈ ഹാർട്ട് കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പാട്ടുണ്ട്, കുറേ പാട്ട് എഴുതിയിട്ടുണ്ട്. ഫോൺ നോക്കിയിട്ട് ഇറ്റ്സ് എ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ്, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് എഴുതി, അങ്ങനെയൊക്കെ എഴുതിയ ഒരു ബുക്ക് പോലത്തെ ഒരു സംഭവമാണ്. നെക്സ്റ്റ് ഉള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ള പിക്ചറാണ്. ഇത് ശ്രീദേവി വരച്ചിട്ടുണ്ടായിരുന്നതാണ്. നെക്സ്റ്റ് ഒരു കവറാണ്. ഇത് മറ്റേ ആ ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാർഡാണ്. അതാണ്. നെക്സ്റ്റ് ഇതൊരു ജേണൽ ബുക്കാണ്. ഇത് എൻ്റെ ജേണൽ ബുക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് ജേണൽസ് ഉണ്ട്. ഇത് എൻ്റെയാണ് കേട്ടോ. ഇത് ഞാൻ മിസ്സായി പോകാണ്ടിരിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആകെ എൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക്. നെക്സ്റ്റ് ഇത് ശ്രീദേവി എനിക്ക് ഉണ്ടാക്കി തന്ന ബുക്കാണ്. ഇതിൻ്റെ അകത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നിങ്ങനെ HPY അങ്ങനെ ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഫുള്ളാണ് ഈ ബുക്കിലുള്ളത്. നെക്സ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാർഡാണ്. അമ്മു സൂപ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള. ഇത് ഞങ്ങൾ ഒപ്പന പഠിക്കുന്നുണ്ടായിരുന്നു. ഒപ്പന സ്കൂളിൽ കലോത്സവത്തിന് കളിക്കാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പന ടീച്ചറിൻ്റെ അപ്പോൾ ഒപ്പന പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ മോള് തന്നിട്ടുണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾ ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ കളിക്കുമായിരുന്നു. അവളുടെ പേര് അപ്പു എന്നാണ്, വീട്ടിൽ വിളിക്കുന്ന പേര് അപ്പു എന്നാണ് കേട്ടോ. അപ്പം എനിക്ക് എഴുതി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ ബോക്സിൽ വെച്ചതാണ്. പിന്നുള്ളത് ശ്രീദേവിയുടെ ഒരു പിക്ചറാണ്. അതിൽ കുറച്ച് ഇങ്ക് വീണ് പോയതാണ് കേട്ടോ. സ്കെച്ചിൻ്റെ ഇങ്ക് വീണ് പോയതാണ്.
നെക്സ്റ്റ് ഉള്ളത് ഒരു ഡ്രോയിങ് ആണ്. ഇതാണ് കേട്ടോ, ഇത് വൈഗൂസ് വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രോയിങ് ആണ്. നെക്സ്റ്റ് ഉള്ളത് ഒരു കാർഡാണ്, ജസ്റ്റ് ഒരു കാർഡാണ്, വൈഗൂസിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ പാക്ക് ചെയ്ത് തരുന്ന കുറേ സംഭവങ്ങളുണ്ട്. നെക്സ്റ്റ് ഇതും വൈഗൂസിൻ്റെ ഒരു ഡ്രോയിങ് ആണ്. വൈഗൂസ് ഒരു വലിയ കലാകാരിയാണ് ഗൈസ്. ശ്രീതൂസും സെയിം നല്ലവണ്ണം വരയ്ക്കും, കണ്ടില്ലേ ക്യൂട്ടായിട്ടുള്ള. ഇതൊക്കെ ശ്രീതുവിൻ്റെ ആണ് കേട്ടോ ഡ്രോയിങ്സൊക്കെ. പിന്നെയുള്ളത് ഒരു ക്രിസ്മസ് കാർഡായിരുന്നു. ഇത് ശ്രീതൂസ് തന്നിട്ടുണ്ടായിരുന്നതാണ്. സോ ക്യൂട്ടായിട്ടുള്ള ഒരു കാർഡ്. നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ജേണൽ ബുക്ക് തന്നെയാണ്. ഇത് ശ്രീദേവി എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജേണൽ ബുക്ക്. അതിൻ്റെ അകത്ത് ഒരുപാട് ഉണ്ട് കേട്ടോ. ക്യൂട്ടായിട്ടുള്ള ഒരു ജേണൽ ബുക്കാണ്. ഇത് ഓളുടെ ബുക്കായിരുന്നു. സോ അപ്പോൾ എനിക്ക് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു സീക്രട്ട് ബോക്സിലുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.